വന്ദേമാതര വിവാദത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും വെട്ടിൽ. ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി സർക്കുലർ പുറത്തിറക്കിയതെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം തള്ളി ലോക്ഭവൻ. ചീഫ് സെക്രട്ടറിക്ക് ലോക്ഭവൻ നിർദ്ദേശം നൽകിയിട്ടില്ല. നിലവിലെ ഉത്തരവ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്നും ഇക്കാര്യത്തിൽ ലോക്ഭവൻ ഇടപെട്ടിട്ടില്ലെന്നും വിശദീകരണം. ലോക്ഭവന്റെ നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറി ചെയ്തതെന്നായിരുന്നു ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക്. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേഭാരതം സംബന്ധിച്ച് വന്ദേമാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ, ഇപ്പോൾ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ വന്നൊരു സംഗതി. എന്നാൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോളാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞതെന്നും സംസ്ഥാനത്തിന്റെ പ്രോട്ടോകോൾ ഉണ്ടെന്നുമായിരുന്നു വിശദീകരണം. കേന്ദ്ര നിർദ്ദേശം പാലിക്കേണ്ട ബാധ്യത ചീഫ് സെക്രട്ടറിക്കുണ്ടെന്നും ഞങ്ങൾ പഴയ സിസ്റ്റത്തിൽ തന്നെയാണെന്നും മുരളീധരൻ പറഞ്ഞു. കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് സാധാരണ ചീഫ് സെക്രട്ടറി സർക്കുലറായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുമ്പ് പാടിയിരുന്ന 2 ഖണ്ഡിക മാത്രമേ പാടൂ. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് പരിപാടിയിലും 2 ഖണ്ഡിക മാത്രമാണ് മുമ്പ് പാടിയിട്ടുള്ളത്. അത് മാത്രമേ ഞങ്ങൾ പാടൂ. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് CPIM രംഗത്തെത്തി. എൻ ഷംസുദ്ദീന്റെ പരാമർശം ഞെട്ടിക്കുന്നതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് വിമർശിച്ചു. പുതിയ സർക്കാർ വന്നതിന് ശേഷം കാവ്യവൽക്കരണമാണ് നടക്കുന്നതെന്നും രാജീവ് പറഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യം കൂടിയാണ്. ആ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് പൂർണ്ണമായ അധികാരം. നേരത്തെ ഗവർണർ സെക്രട്ടറിമാരെ വിളിച്ചാലും അവർക്ക് നിർദ്ദേശം നൽകിയാലും സർക്കാരിൻ്റെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാറുള്ളൂ. ഇവിടെ അത്തരത്തിൽ യാതൊന്നുമില്ല. നേരെ ഗവർണർ പറയുന്നത് അപ്പടി തന്നെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അയക്കാം എന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കമെന്നുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഇത് നാം കാണേണ്ടത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൂർണ്ണമായും BJP നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച സർക്കാരിന്റെ 1ാം ഉത്തരവ് പുറത്തുവന്നു. ഉത്തരവിൽ വന്ദേമാതരത്തെക്കുറിച്ച് പരാമർശമില്ല. ഓഗസ്റ്റ് 4-ന് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിനിടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തി. VS അനു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. VS അനു, ഈ മന്ത്രിമാർ പറയുന്നത് തന്നെ 2 കാര്യമായി മാറുകയാണ്. എന്തായാലും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് ലോക്ഭവൻ അത്തരത്തിലൊരു നിർദ്ദേശം സർക്കാരിനോ ഈ ചീഫ് സെക്രട്ടറിക്കോ നൽകിയിട്ടില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമാണെന്ന് ലോക്ഭവൻ പറയുന്നു. ലോക്ഭവൻ പറഞ്ഞതനുസരിച്ചാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞതെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറയുന്നു. ഇന്ന് മന്ത്രി മുരളീധരനാകട്ടെ ഞങ്ങൾ എന്തായാലും 2 ഖണ്ഡികയ്ക്ക് അപ്പുറം ചൊല്ലാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ആകെ മൊത്തം സർക്കാർ ഈ വിഷയത്തിൽ വെട്ടിലാണ്. ജുഡീഷ്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വന്ദേമാതര ഗാനം പാടുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പറയുന്ന ഒരു സർക്കുലർ ചീഫ് സെക്രട്ടറി ഇറക്കിയത്? അത് ലോക്ഭവൻ പറഞ്ഞിട്ടാണ്, ഗവർണർ പറഞ്ഞിട്ടാണ് എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആദ്യം വന്ന പ്രതികരണം. ആ പ്രതികരണം നടത്തിയത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ്. പക്ഷേ ഇന്ന് ലോക്ഭവനുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവൾ വളരെ കൃത്യമായി പറയുന്നു, ഈ വിഷയത്തിൽ യാതൊരുവിധ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവുകളോ അത് ചീഫ് സെക്രട്ടറിയുടെ ലോക്ഭവന്റെയോ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഇറങ്ങിയ ഈ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ്, നിർദ്ദേശമാണ്. അതാണ് മന്ത്രി. അല്ലാതെ ഒരു തരത്തിലും ഗവർണറോ ലോക്ഭവനോ ഇടപെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എൻ ഷംസുദ്ദീൻ ലോക്ഭവന്റെ പുറത്ത് അല്ലെങ്കിൽ ഗവർണറുടെ തലയിൽ ചാരി വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് 4-ന് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിൽ 9 മണിക്ക് ദേശീയഗാനം ആലപിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ, പിന്നീട് 9 മണിക്ക് പതാക ഉയർത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിനുശേഷം പരേഡ്, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും വന്ദേ മാതരം പാടണമെന്ന് ഒരിടത്തും പറയുന്നില്ല. പക്ഷേ പിന്നീട് ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്ത ഈ തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതെവിടെ നിന്നും വന്നു? പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് നിലവിലൊരു ഉത്തരവ് ഉണ്ടായിരിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നയപരമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യം എങ്ങനെയാണ് ഉത്തരവായി ചീഫ് സെക്രട്ടറി നടപ്പിലാക്കുക എന്നുള്ള ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ഉയർന്നത്. അവിടെ മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വൈരുദ്ധ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന സർക്കാരായി വി.ഡി. സതീശൻ സർക്കാർ മാറി എന്ന പ്രതിപക്ഷ ആരോപണം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.